ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫർബീസ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ 4 ആണ്. അപ്പോൾ പാരീസിൽ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലോട്ടേക്ക് വരികയാണ്, അതായത് UK വരികയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു ഹോട്ടലിൽ നിന്ന്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫേവറേറ്റ് കോഫി ഷോപ്പില്ലേ, നിങ്ങളൊക്കെ കണ്ട അതേ ആ ഷോപ്പിൽ പോയിട്ട് വീണ്ടും നമ്മൾ അവിടെ നമ്മളിന്ന് ഫ്ലാനൊക്കെ കഴിച്ചു കേട്ടോ. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. പിന്നെ അത് കാർ പാർക്കിംഗ് ആട്ടോ, അവിടെ നിന്നാണ് കാർ നമ്മൾ പാർക്ക് ചെയ്ത് വെച്ചത്. അപ്പം 4 ദിവസമായിട്ട് കാർ അവിടെ നിന്ന് അനക്കിയിട്ടില്ല. നമ്മൾ മിക്ക ടൈമിലും ടാക്സിയിൽ തന്നെ പോയത്. അപ്പോൾ കാർ അവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മളിതാ അപ്പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പോവാണ്. 2 ദിവസം നല്ല വെയിലായിരുന്നു, പിന്നെ മഴയൊക്കെയായി. നല്ല മഴയുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് പോവാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഇവർ പറഞ്ഞ് നമുക്ക് പോകുന്ന വഴി തന്നെയാണ് ഈ വേഴ്സാൽ പാലസ്. അത് നമ്മൾ പണ്ട് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പോൾ ഇന്ന് നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ സമയവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവിടുത്തെ തിരക്കൊക്കെ അനുസരിച്ച് നമുക്ക് കയറി നോക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും കുറച്ച് സമയമുണ്ട്. നമ്മളെ ട്രെയിനിൻ്റെ ടൈം ഏകദേശം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്, ഒരു 6 മണി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ട്രാവൽ ചെയ്ത് പകുതി എത്തി കേട്ടോ, പാരീസിൻ്റെ പകുതി എത്തി. പിന്നെ ആ പോകുന്ന വഴിക്ക് തന്നെ കയറി നമ്മളിതാ ആ ഒരു പാലസിൻ്റെ മുന്നിലാണ് കേട്ടോ എത്തിയത്. പിന്നെ അവിടെ ചുറ്റി തിരിഞ്ഞ് നടന്ന് ഒക്കെ കണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ക്യൂ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കുറച്ചധികം വലിയ ക്യൂ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങോട്ട് പോകണ്ട, അവിടെയൊക്കെ തന്നെ തിരിഞ്ഞ് കളിക്കാന്ന്. ഏകദേശം നമ്മൾ ട്രെയിനിൻ്റെ സമയം ആവാനായി. അപ്പോൾ അതിന് മുന്നേ അവിടെ നിന്നൊരു റീക്രിയേഷൻ ഫോട്ടോ, വീണ്ടും നമ്മൾ പഴയൊരു ഫോട്ടോ വെച്ചിട്ട് വീണ്ടും. അപ്പോൾ ഇതാ റിസൾട്ട് ഇങ്ങനെയാട്ടോ. അതിനുശേഷം ആഹിൻ്റെ ഒരു ഫോട്ടോ ഇതേപോലെ എടുത്തിട്ടോ. ഫോട്ടോ എടുക്കുകയാണ് ആഹിൻ്റെ ഒരു സ്മോൾ റീക്രിയേറ്റ് ചെയ്യാൻ ഫോട്ടോ. അങ്ങനെ അവൻ്റെ ഫോട്ടോയും കൂടി കിട്ടിയിട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ട് കുറേ നേരം ചിരിച്ച് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഇനി ഇങ്ങനെ സമയം കാരണം കുറച്ച് സമയമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം, എന്തെങ്കിലും സാൻഡ്വിച്ച് മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോകുന്ന വഴിക്ക് കാരിഫോർ 6 സൈലൻ്റാണ്. അപ്പോൾ കാരിഫോറിൽ നമ്മൾ കയറി. നമ്മൾ അവിടുന്ന് വല്ല സാൻഡ്വിച്ചോ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കി, പക്ഷെ ആ സാൻഡ്വിച്ചൊന്നും മനസ്സിലാവുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല, ഫുൾ ഫ്രഞ്ചാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന 2-3 ബ്രോയിസ്റ്ററുകളും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത്, പിന്നെ ജ്യൂസും ലെമൺ ജ്യൂസും അങ്ങനെയൊക്കെ മാക്രോൺസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത്. ഇനി കുറച്ച് ഡ്രൈവ് ഉണ്ട് നമ്മളെ പോർട്ടിലേക്ക്, കലൈസ് പോർട്ടിലേക്ക്. അവിടെയാണ് നമ്മളെ ട്രെയിൻ ഉണ്ടാവുക. അങ്ങനെ അതാ അവിടുന്ന് അതൊക്കെ എടുത്ത് തിരിച്ച് പോവാണ്. ഏകദേശം കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പോർട്ടല്ല സ്റ്റേഷൻ, യൂറോട്ടണലിൻ്റെ അവിടെ എത്തി. ഷട്ടൽ അങ്ങനെ തിരിച്ച് പോവാണ്. കുറേ നല്ല മെമ്മറീസ് ആയിട്ട്. കുറേ കഴിഞ്ഞ് ഇതൊക്കെ നോക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ. എന്തായാലും ഇതാ നമ്മളെ ട്രെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാ കാറും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കാറ് വലിയ ട്രക്കിൻ്റെ ഒരു വലിയ ഇതിലാണ് കേട്ടോ കിട്ടിയത്, കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ വലുപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വലിയ ട്രക്കൊക്കെ കയറ്റി വെക്കാം. അങ്ങനെ ഇതാ പതുക്കെ ഓരോരോ കാറുകളും നമ്മളെ ട്രെയിനിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. സ്റ്റേ ചെയ്ത സ്ഥലം മീൻസ് ഹോട്ടലെല്ലാം അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിലാക്സേഷനും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ട്രക്കൊക്കെ കയറുന്ന കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടേക്കാണ് നമ്മളെ കാറ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ചിപ്സ് എന്തൊക്കെയോ കഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ കഴിഞ്ഞിട്ട് അവിടെ UK തിരിച്ചെത്തിയിട്ട് വേണം നമ്മൾ ഈസ്റ്റാകുമ്പോൾ പോയിട്ട് എന്തെങ്കിലും പൊറോട്ടയും ബീഫൊക്കെ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അതാണ് നമ്മളെ പ്ലാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ടേക്ക് പോകും.
അപ്പോൾ കാറൊക്കെ ഇതങ്ങനെ നിർത്തിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രെയിൻ അതാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇത്തിരി നേരം കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെത്തും. ഞാൻ കുറച്ച് നേരം ഉറങ്ങട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിതാ UK നമ്മൾ ഈസ്റ്റ് ഹാമിലേക്ക് പോവുകയാണ്. അവിടുന്ന് നമ്മൾ എന്തെങ്കിലും കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി വീട്ടിലോട്ടേക്ക് പോവാണ്. അപ്പോൾ പാരീസ് വ്ളോഗ് അതോടുകൂടി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ 4 ഭാഗമായിട്ട് ഞാൻ അങ്ങനെ പാരീസ് വ്ളോഗ് കഴിച്ചു. എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇനി റമദാൻ വ്ളോഗ്സ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം കുക്കിങ്ങൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പം നെക്സ്റ്റ് ടൈം വേറെ വീഡിയോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ തന്നെ ആയിരിക്കും മിക്കവാറും. അപ്പം ശരി എന്നാൽ കേട്ടോ. ബൈ.